മോനെ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ ഇഷ്ടമാണോ എനിക്കിഷ്ടമാണോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണോ കൊച്ചു പള്ളിയെ എടോ എടോ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ അയ്യോ പറന്നിടേണ്ട കുലുങ്ങി കുലുങ്ങി നടന്നിടേണ്ട പതഞ്ഞു പതഞ്ഞു പൊങ്ങിടേണ്ട അതിനു വെച്ച വെള്ളം മാറ്റടോ അതിനു വെച്ച വെള്ളം മാറ്റടോ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ ഈ തൊട്ടുനോട്ടം ഇഷ്ടമല്ലടാ കാര്യമില്ലടാ ഒരു കാര്യമില്ലടാ എന്റെ പിറകെ നടന്ന കാര്യമില്ലടാ കള്ളനേ എടാ എടാ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ ഇഷ്ടമാണോ എനിക്കിഷ്ടമാണോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണോ ആ കൊച്ചു കളിയേ എടോ എടോ വേണ്ട മോളെ വേണ്ട മോളെ വേണ്ട മോനെ വേണ്ട മോനെ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ വർഷം മുമ്പ് നമ്മൾ കോളേജിലേക്ക് അവതരിച്ചതുപോലെ തന്നെ അയ്യോ കാല് വേദനിച്ചോ? ചെറിയ വേദനയിലും പഴയകാല ഓർമ്മകളിലൂടെ കൂടി ഇടുമ്പോ ഒരു സുഖം. നമ്മുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളായിരുന്നില്ലേ ആ കോളേജ് ജീവിതം, അല്ലേ? അന്നും രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ പോലെ അല്ല എന്നുള്ളത് ഓർക്കാനല്ലേ നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ആ അക്കാലത്തെ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അല്ല, ആ ഊഷ്മളത കൂടിയാണല്ലോ നമ്മൾ തമ്മിൽ അടുത്തത്. ഓ അത് പോന്നു. ആ അവനായിരിക്കും കേട്ടോ. എന്റെ വിനുവേട്ടോ, എത്ര നാളായി കണ്ടിട്ട്. ആഹാ, വർഗീസ് എത്തിയോ? ആ, രാവിലെ വരുമെന്ന് ശ്രീ പറഞ്ഞിരുന്നു. നമുക്ക് കോളേജ് ഹാളിലേക്ക് പോണ്ടേ? ഇവൻ രാവിലെ എത്തി. വർഗീസേ, നമ്മൾ വന്നപ്പോ കേട്ടില്ലേ, ഇവിടെ പ്രോഗ്രാമിന്റെ ഫൈനൽ റിഹേഴ്സൽ ആയിരുന്നില്ലേ? പഴയ കാലം ഒന്ന് ഓടി തട്ടി എടുത്തു. അതെ ശ്രീ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഏറ്റവും സീനിയേഴ്സ് ഞങ്ങളായതുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ പറയട്ടെ. ഓ സീനിയേഴ്സ്. ആ പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും നിങ്ങൾക്കില്ല കേട്ടോ. വീന് വേണ്ടൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യാം. നമ്മൾ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തി പഴയ കോളേജ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് നന്നായിരിക്കില്ലേ? അങ്ങനെ ചെയ്യാൻ ചേച്ചി. പിന്നെ ഇവനുണ്ടല്ലോ ആങ്കർ ചെയ്യാൻ. അതെ അതെ. വർഗീസിന്റെ ഒരു അനൗൺസ്മെന്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ഇലക്ഷന് ഓർമ്മയില്ലേ? വിനുവേട്ടൻ ഇലക്ഷന് നിൽക്കുമ്പോ എതിർ ഗ്രൂപ്പ് വേറൊരു ജി വിനുവിനെ നിർത്തി. വിനുവേട്ടന്റെ ഇനിഷ്യല് പി. അന്ന് അനൗൺസ് ചെയ്തത് ഒന്ന് ഓർത്തെടുക്കുമോ വർഗീസേ? ഇന്നും
ഈ അമരനെ മത്സരിപ്പിച്ച് വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി ഉണ്ട്. വർഗീസേ, അനൗൺസ്മെന്റ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ചെയർമാൻ സ്ഥാനാർത്ഥി പി വിനു. ഇവിടെ നടൻ 5 ഇല്ല, 1 ഉള്ളൂ. പി വിനു. നളചരിതം പഠിച്ചിരുന്നപ്പോ ദമയന്തി സ്വയംവരത്തിനെത്തിയ വേഷം മാറിയ 5 നളന്മാരെയും ചേർത്തുള്ള ആ അനൗൺസ്മെന്റ് ഏറ്റില്ലേ? നളൻ 5 ഇല്ല, 1 ഉള്ളൂ. അയ്യോ, സംസാരിച്ചിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അതെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട ചേച്ചി, ഇതെല്ലാം കഴിഞ്ഞ് കുടിക്കാൻ വർഗീസ് ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേ. അല്ലേ? അതെ വർഗീസേ, തന്റെ വിദേശത്തുള്ള ബിസിനസ് എങ്ങനെ പോകുന്നു? എന്റെ വിനവേട്ട, കഷ്ടപ്പെട്ട IAS എടുത്തെങ്കിലും ഉള്ള രാഷ്ട്രീയക്കാരുടെ കോമാളിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും സ്വയം മണ്ടനാകുകയും ചെയ്യുന്ന എന്റെ അനുഭവം അറിയാമല്ലോ. എനിക്കറിയാം, നിങ്ങളുടെ ബാച്ചിലെ സവാള ഉഴപ്പൻ വർഗീസ് ആയിരുന്നില്ലേ? ഇപ്പോൾ അടിപൊളിയായി നടക്കുന്നു. എന്റെ വിനുവേട്ട,